ചിലത് സയൻസിൻ്റെയും അതുപോലെ തന്നെ പ്രവൃത്തി പരിചയത്തിൻ്റെയും ഭാഗമായിട്ട് കോഴിക്കോട് പ്ലാനറ്റോറിയം, കേരള സോപ്പ് നിർമ്മാണ കേന്ദ്രം, ബീച്ച് ഇവിടങ്ങളിൽ ഞങ്ങൾ നടത്തിയ പഠനയാത്രയുടെ ഒരു റിപ്പോർട്ടാണ് ഇതിലുള്ളത്. ജനുവരി 15-ന് ഷെഹ്ല മിസ് ഞങ്ങളടുത്ത് ഇങ്ങനൊരു പഠനയാത്ര പോകുന്നുണ്ടെന്നുള്ളൊരു സൂചന ഞങ്ങൾക്ക് തന്നിരുന്നു. യാത്രാ ചിലവ് 600 രൂപയാണെന്നും പറഞ്ഞിരുന്നു. കൺവീനർമാരെ ആദ്യമേ തിരഞ്ഞെടുത്തിരുന്നു. എ ബാച്ചിൽ നിന്ന് ഷെഹനാസ്, ബി ബാച്ചിൽ നിന്ന് തസ്നീം ബീഗം എന്നിവരായിരുന്നു കൺവീനർമാരായിരുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ യാത്രാ ചിലവായ 600 രൂപ എല്ലാവരിൽ നിന്നും പിരിച്ച് ഒക്കെ സെറ്റാക്കി വെച്ചു. പിന്നീട് ജനുവരി 18-ന് മറ്റ് അധ്യാപകരുടെ സാന്നിധ്യത്തിൽ എ ബാച്ചിനെയും ബി ബാച്ചിനെയും ഒരുമിച്ചൊരു മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിട്ട് ഈ യാത്രയെക്കുറിച്ചിട്ടുള്ള വിവരണം നൽകി. എവിടേക്കാണ് പോകേണ്ട, ഡെസ്റ്റിനേഷൻ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഈ ഒരു ഇതിലൂടെ ഔദ്യോഗികമായിട്ട്, ഈ ഒരു മീറ്റിങ്ങിലൂടെ ഔദ്യോഗികമായിട്ട് പറഞ്ഞു. കോഴിക്കോട് പ്ലാനറ്റോറിയം, അതേപോലെ കേരള സോപ്പ് നിർമ്മാണ കേന്ദ്രം, ബീച്ച് ഇവയൊക്കെയായിരുന്നു നമ്മൾ തിരഞ്ഞെടുത്തിരുന്ന ഡെസ്റ്റിനേഷൻസ്. പഠനയാത്രക്കായിട്ടുള്ള കൺവീനർമാരെ ആദ്യമേ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെ പിന്നെ അതിനുശേഷം തിരഞ്ഞെടുത്തത് ഫുഡ് കമ്മിറ്റി, പിന്നെ അതേപോലെ ഡിസിപ്ലിൻ കമ്മിറ്റി, ഫസ്റ്റ് എയ്ഡ് കമ്മിറ്റി, ഡോക്യുമെൻറ്റേഷൻ ടീം ഇവരെയായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. ഈ ഒരു ഫുഡ് കമ്മിറ്റിയിൽ വന്നിട്ടുള്ളത് ഫഹദ്, തബ്ഷീർ, ഹന ഹാരിസ്, റിയ ഷെറിൻ, റിസാന പി, ഫഹീം, അശ്വന്ത്, ഫാത്തിമ തറയിൽ, ഷഹലമോൾ, ജസ്ന ജവാദ എന്നിവരും. ഈ ഡിസിപ്ലിൻ കമ്മിറ്റിയിൽ വന്നിട്ടുള്ളത് ആദിത്യ, ഹൃദ്യ, സുമയ്യ, ഹസ്ന. ഫസ്റ്റ് എയ്ഡ് കമ്മിറ്റിയിൽ നുവൈർ, മാജിദ, മൈമൂന, ദീപിക, ഷമീമോൾ. ഡോക്യുമെൻറ്റേഷൻ ടീമിൽ വന്നിട്ടുള്ളത് ഫർസാന, മുസ്ര, ജിബിൻ എന്നിവരായിരുന്നു. ശേഷം ഒരുപാട് നിർദ്ദേശങ്ങൾ, യാത്രയിൽ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടും നിർദ്ദേശങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വിവരണം ഞങ്ങൾക്ക് അധ്യാപകർ തന്നു. ജനുവരി 24-നാണ് പോകേണ്ട തീയതി എന്ന് തീരുമാനിച്ചു. കൃത്യം 7:30-ന് കോളേജിൽ എത്തണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് അധ്യാപകർ തന്നു. അതിനുശേഷം ഞങ്ങൾ പോസ്റ്റർ ഉണ്ടാക്കി. ഈ ഒരു യാത്രയുടെ പോസ്റ്റർ പോയി വരാ എന്ന ഒരു തലക്കെട്ടോടു കൂടി 3 ഡെസ്റ്റിനേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഒരു പോസ്റ്റർ തയ്യാറാക്കിയത്. മുന്നേ പറഞ്ഞ പോലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ കോഴിക്കോട് പ്ലാനറ്റോറിയം, രണ്ടാമത്തെ ഡെസ്റ്റിനേഷനാണ് കേരള സോപ്സ്, ഏറ്റവും അവസാനം ഒരു റിലാക്സേഷൻ എന്ന നിലയിൽ കാലിക്കറ്റ് ബീച്ച്. ഇതൊക്കെയാണ് തിരഞ്ഞെടുത്തത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ഞങ്ങൾ തയ്യാറാക്കി. 7:30-ക്കാണ് ഞങ്ങൾ എത്തിയതെങ്കിലും 8:10 കൂടിയാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. 8:10 കൂടി എല്ലാവരും ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങി. ഒരു കൃത്യം 9:50 കൂടി ഞങ്ങൾ ഈ ഒരു കാലിക്കറ്റ് പ്ലാനറ്റോറിയത്തിൽ ഞങ്ങൾ എത്തി. ഒരുപാട് കുട്ടികൾ അവിടെ അതേപോലെ പഠനയാത്ര വന്നതായിട്ട് ഞങ്ങൾ കണ്ടു. പിന്നെ ടൂറിയത്തിന് പുറത്ത് ഒരുപാട് പാർക്ക്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്ക്, അതുപോലെ ഒരുപാട് മൃഗങ്ങളുടെ വലിയ വലിയ പ്രതിമകൾ, ഇതൊക്കെ അവിടെ വളരെ രസകരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ടുള്ളത് 3D ഷോ, അതേപോലെ നക്ഷത്ര ബംഗ്ലാവ്, ഇത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുള്ളത്. അവിടെയുള്ള ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ 11 മണിക്കാണ് ഞങ്ങളുടെ ഷോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ സമയം ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്ലാനറ്റോറിയം ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കിട്ടി. അത്ഭുതം നിറഞ്ഞ, ഒരു കൗതുകം നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റി. അവിടെയുള്ള സയൻസ് ലാബ് മുഴുവൻ ഞങ്ങൾ കണ്ടു. ഫൺ സയൻസ്, മിറർ മാജിക്, ഹാൾ ഓഫ് ഓഷ്യൻ, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരുന്നു ഈ സയൻസ് ലാബ്. കണ്ണാടി കൊണ്ടുള്ള ഒരുപാട് മാജിക്കുകൾ, അതേപോലെ സമുദ്രത്തിലെ നിരവധി കാഴ്ചകൾ, ഇതൊക്കെ ഈ ഒരു സയൻസ് ലാബിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 11 മണിയോടുകൂടി ഞങ്ങൾ 3D ഷോ കാണാൻ വേണ്ടിയിട്ട് 3D ഷോൻ്റെ ഉള്ളിൽ ഹാളിൽ ഞങ്ങൾ പ്രവേശിച്ചു. കയറുന്നതിന് മുന്നേ എല്ലാവർക്കും ഓരോ 3D ഗ്ലാസ് എല്ലാവർക്കും വിതരണം ചെയ്തു. കൃത്യം 11 മണിക്ക് ഞങ്ങൾ ഷോ സ്റ്റാർട്ട് ചെയ്തു. വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു അത്. നീൽ ആംസ്ട്രോങ്, ആൾഡറിൻ, കോളിൻ ഇവരൊക്കെ ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയതിൻ്റെ ദൃശ്യമാണ് ഞങ്ങൾക്ക് 3Dയിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. വളരെ രസകരമായിട്ട് ഞങ്ങൾ വളരെ ആസ്വദിച്ച് കണ്ടിട്ടുള്ളൊരു 3D ഷോ ആയിരുന്നു അത്. 11:30 ആ ഒരു ഷോ അവസാനിച്ചു. പിന്നെ അടുത്ത് ഞങ്ങൾക്ക് കാണാണ്ടായിരുന്നത് നക്ഷത്ര ബംഗ്ലാവായിരുന്നു. അത് 11:30-ക്കായിരുന്നു ഞങ്ങളുടെ ഷോ ഉണ്ടായിരുന്നത്. നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വിവരണം തന്നെയായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്ലാനറ്റോറിയത്തിലെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു നക്ഷത്ര ബംഗ്ലാവാണ്. 11:30 ഞങ്ങളുടെ ഷോ അവസാനിച്ചു. 12:30 ആയപ്പോൾ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി തയ്യാറായി. എല്ലാവരും ഭക്ഷണം കഴിച്ച് ഒരുപാട് സമയം ഞങ്ങൾ പ്ലാനറ്റോറിയത്തിൽ ചിലവഴിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. 2:20 ആയപ്പോൾ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ സോപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ ബസ് കയറി.
കേരള സോപ്സിൽ ഞങ്ങൾ എത്തിയത് ഒരു 2:30 കൂടിയാണ് ഞങ്ങൾ സോപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തിയത്. അവിടെ വെച്ച് കേരള സോപ്സിൻ്റെ ഗുണമേന്മയെക്കുറിച്ചിട്ടും അവിടുത്തെ നിർമ്മാണ പ്രക്രിയയെക്കുറിച്ചിട്ടും ഞങ്ങൾക്ക് ഒരു വിശദമായിട്ടുള്ള ഒരു വിവരണം ഞങ്ങൾക്ക് അവിടുന്ന് ഇൻസ്ട്രക്ഷൻ തന്നു. ഈ കേരള സോപ്പിൻ്റെ ഗുണമേന്മ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ശരിക്കും സോപ്പിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷനിലൂടെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സോപ്പ് നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സോപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക്, കേരള സോപ്സ് എന്ന് പറയുന്ന ഈ ഒരു സോപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ കണ്ട് മനസ്സിലാക്കി. അവസാനം അവിടുന്ന് ആ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് ഇൻസ്ട്രക്ടർ ഞങ്ങളോട് ഈ ഒരു കേരള സോപ്സിൻ്റെ ഭാഗമാവണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി തന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങളുടെ ഇടയിൽ നിന്ന് ദീപികയും സഫ്വാനും ഈ സന്ദർശനത്തിന് ഒരു ഫീഡ്ബാക്ക് അറിയിച്ചു. പിന്നെ ഞങ്ങളുടെ ഇടയിൽ തന്നെ കുറച്ച് പേര് അവിടുന്ന് സോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 4:15 കൂടി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാലിക്കറ്റ് ബീച്ചായിരുന്നു. എല്ലാവരും ഒരുപോലെ കാത്തുനിന്ന സമയമാണ് ഇത്. 4:15 കൂടി ഞങ്ങൾ ബസ് കയറി 4:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ഈ കാലിക്കറ്റ് ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം തന്നിരുന്നു 6 മണിയാകുമ്പോഴത്തേന് തിരിച്ച് കയറണം, അതുപോലെ ഒരുപാട് നനയാനൊന്നും നിൽക്കരുതെന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് അധ്യാപകർ തന്നിരുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ പാലിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും റീൽസ് എടുത്തിട്ടും ഞങ്ങൾ അവിടെ ഒരുപാട് സമയങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട്. അവിടെയുള്ള കടകളിൽ നിന്ന് ഉപ്പിലിട്ടതും ഐസ്ക്രീമും ഒക്കെ വാങ്ങി തിന്നും ഞങ്ങൾ സമയം ചിലവഴിച്ചു. 6 മണിയാണ് പറഞ്ഞതെങ്കിലും 6:15 കൂടി ഞങ്ങൾ അവിടുന്ന് കയറി തിരിച്ച് ബസ്സിൽ വീട്ടിലേക്കുള്ള യാത്ര തിരിച്ചു. അപ്പോൾ വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഇത്, ഈ ഫീൽഡ് ട്രിപ്പ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പഠനയാത്രയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ഫസ്റ്റ് ഞങ്ങൾ പോയത് പ്ലാനറ്റോറിയത്തിലായിരുന്നു. കൗതുകം നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, സൗരയൂഥത്തെക്കുറിച്ചും അതേപോലെ നമ്മുടെ ചന്ദ്രനിൽ നമ്മുടെ ലോകത്തു നിന്ന് ആദ്യമായിട്ട് കാലുകുത്തിയതിൻ്റെ ആ ദൃശ്യങ്ങളെക്കുറിച്ചും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അറിവില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഈ ഒരു യാത്ര എന്നുള്ളത്. വളരെ നന്നായിട്ട് ആസ്വദിക്കാനും പറ്റി. താങ്ക് യു ഓൾ.